എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിന്റെ 7ാമത്തെ സർഗത്തിലെ 43ഉം 44ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും വസന്തമാലിക വൃത്തം തന്നെയാണുള്ളത്. വസന്തം കഴിഞ്ഞു, ഗ്രീഷ്മം കഴിഞ്ഞു, ഇപ്പൊ മഴക്കാലാണ് വന്നിരിക്കുന്നത്. മഴക്കാലത്തിന്റെ സൗന്ദര്യം, ഭഗവാനെ എങ്ങനെയാണ് മഴക്കാലം വശീകരിച്ചത് എന്നുള്ളതൊക്കെയാണ് വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 43ാമത്തെ ശ്ലോകം നോക്കാം. ദുധുവേരുചിരം ശിഖണ്ഡിബർഹം പരിതഃ പ്രാങ് മരുത ഇന്ദ്രജാലികേന സവിലാസവിവർത്തിതേന തേന ഭ്രമമാപന്നിഖിലോപി ജീവലോക. ആദ്യം പദച്ഛേദം പറയാം. ദുധുവേ രുചിരം ശിഖണ്ഡിബർഹം പരിതഃ പ്രാഗ് മരുത ഐന്ദ്രജാലികേന സവിലാസവിവർത്തിതേന തേന ഭ്രമം ആപത് നിഖില അഭി ജീവലോക. മഴക്കാലത്തിന്റെ വർണ്ണന വളരെ ഭംഗിയായിട്ടാണ് കവി വർണ്ണിക്കുന്നത്. മഴക്കാലത്ത് എല്ലാവർക്കും ഒരു സുഖം ഉണ്ടാവുന്നു, എല്ലാവർക്കും ആനന്ദം ഉണ്ടാവുന്നു. അതൊരു ഇന്ദ്രജാലം കൊണ്ട് ഉണ്ടാക്കുന്നത് പോലെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അന്വയത്തിലേക്ക് കടക്കാം. പ്രാഗ്. പ്രാഗ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ, തുടക്കത്തിൽ തന്നെ, മഴക്കാലത്തിന്റെ ആരംഭത്തിൽ, വർഷാരംഭത്തിൽ തന്നെ. മരുത, മരുത്തിനാൽ, മരുത്തെന്ന് പറഞ്ഞാൽ കാറ്റാണ്. മഴ കൊണ്ടുവരണത് കാറ്റാണ്. കാറ്റിന്റെ സഞ്ചാരത്തിനനുസരിച്ചാണ് മേഘങ്ങൾ വരിക, അതിനനുസരിച്ചാണ് മഴ പെയ്യുക. അപ്പോ മരുത്ത്, അതായത് കാറ്റ്, ഒരു ഇന്ദ്രജാലക്കാരനെ പോലെ. അതാണ് ഐന്ദ്രജാലികേന മരുത, ഐന്ദ്രജാലികനായ മരുത്ത്. ഐന്ദ്രജാലികൻ എന്ന് പറഞ്ഞാൽ, ഇന്ദ്രജാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാന്ത്രികത, നമ്മുടെ കൺമുമ്പിൽ വെച്ച് ചെയ്യുന്നതായിട്ടുള്ള അഭ്യാസങ്ങള്, കൺകെട്ട് എന്നൊക്കെ പറയും. എത്ര സൂക്ഷ്മമായിട്ട് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റാത്തതായ ചില സംഭവങ്ങള്, അത് അരങ്ങത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ദ്രജാലം. അതാണല്ലോ ഇന്ദ്ര എന്ന് പറയുമ്പോൾ, ഇന്ദ്രജാലം എന്നുള്ള വാക്കിന് കണ്ണില് പെടാത്തതായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്. നമ്മുടെ മാംസചക്ഷുസുകൾ കൊണ്ട് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് ഇന്ദ്രജാലം, മാന്ത്രികം എന്നൊക്കെ പറയുന്നത് അതന്നെ. അത് ചെയ്ത് ജീവിക്കുന്ന ആളെയാണ് ഐന്ദ്രജാലിക എന്ന് പറയാം. ഇവിടെ ഐന്ദ്രജാലികനായിട്ട് കാറ്റിനെയാണ് വർണ്ണിക്കുന്നത്. അതാണ് മരുത ഐന്ദ്രജാലികേന, ഐന്ദ്രജാലികനായ, ഇന്ദ്രജാലം കാണിക്കുന്നവനായ മരുത്തിനാൽ, കാറ്റിനാൽ എന്താണ് ചെയ്തത്? ആദ്യം തന്നെ, അതാണ് പ്രഥമം. പ്രാക് എന്ന് പറഞ്ഞത് അതാണ്. രുചിരം ശിഖണ്ഡിബർഹം ദുധുവേ. രുചിരം ശിഖണ്ഡിബർഹം. ഓരോ ഇന്ദ്രജാലക്കാരന്റെ കയ്യില് പലതും കാണും, ആൾക്കാരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കാറ്റിന്റെ കയ്യിലുള്ളതായ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു വസ്തുവായിട്ട് പറയണത് ശിഖണ്ഡിബർഹത്തിനെയാണ്. ശിഖണ്ഡിബർഹം എന്ന് പറഞ്ഞാൽ മയിൽപീലി. മയിൽപീലി കൊണ്ട്, അത് സുന്ദരമായിട്ടുള്ള, അതിന്റെ നിറവും വർണ്ണവും തെളിച്ചവും ഒക്കെ ബഹുകേമാണ്. അതുകൊണ്ടാണ് രുചിരം, ഏറ്റവും സുന്ദരമായിട്ടുള്ള പീലി, ശിഖണ്ഡിബർഹം. ആ ബർഹം കൊണ്ട് എന്താണ് കാറ്റ് ചെയ്തത്? അത് ദുധുവേ, ഒന്ന് വീശി കാണിച്ചു. ഇന്ദ്രജാലക്കാരൊക്കെ അങ്ങനെയാണ്. കൺകെട്ട് വിദ്യ കാണിക്കുന്നവര്, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കയ്യിലുള്ളതായ ഒരു വടിയോ, ഒരു മാന്ത്രിക ദണ്ഡോ, അതല്ലെങ്കിൽ ഒരു പീലിയോ, ഒരു തൂവലോ ഒക്കെ ഇങ്ങനെ വീശി കാണിക്കും. അങ്ങനെ വീശുമ്പോൾ നമ്മളെല്ലാവരും ആ വീശണതിലേക്ക് മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും. അതിന്റെ ഇടയ്ക്ക് ഇന്ദ്രജാലക്കാര് പല പണികളും എടുക്കും. അതുപോലെയാണ് ഐന്ദ്രജാലികനായിട്ടുള്ള കാറ്റ് ഒരു ശിഖണ്ഡിബർഹം ചുറ്റിനും കാട്ടിലും എല്ലാ ഭാഗത്തും ഒന്ന് വീശി കാണിച്ചു. മഴക്കാലമല്ലേ, ശിഖണ്ഡിബർഹത്തിന് കുറവൊന്നും ഉണ്ടാവില്ല. മഴക്കാറ് കാണുമ്പോഴേക്കും മയിലുകളൊക്കെ നൃത്തമാടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കും. മഴയും മഴക്കാറും ഒക്കെ, അതുപോലെ മഴക്കാലമൊക്കെ മയിലുകൾക്ക് വളരെ ഇഷ്ടമാണ്. ശിഖണ്ഡി, പയോധ സുഹൃത്തുക്കൾ എന്നാണ് മയിലുകളെ വിളിക്കണത് തന്നെ. അപ്പോൾ മഴക്കാർ ആകാശത്ത് നിരന്നാൽ മയിലുകളൊക്കെ ഉറക്കെ ഒച്ചിടാനും കേകാരവം പൊഴിക്കാനും നൃത്തമാടാനും ഒക്കെ ആരംഭിക്കും. അങ്ങനെ കാറ്റ് മയിൽപീലികളെ കൊണ്ട്, മയിൽപീലി ഇങ്ങനെ അമ്മാനമാടിക്കൊണ്ട്, അതിനെ ഇങ്ങനെ ആകെ ചുറ്റും കാട്ടിലൊക്കെ വിതറിക്കൊണ്ട്, അതാണ് ദുധുവേ. അവിടെ ക്രിയ അവസാനിക്കുകയാണ്. കാറ്റ് ഈ മയിൽപീലികൾ കൊണ്ട് കാടിന് ചുറ്റും ഒന്ന് വീശി കാണിച്ചു കൊടുത്തു. എന്നിട്ട് അടുത്ത വാചകാണ് സവിലാസവർത്തിതേന തേന. വളരെ സുന്ദരമായിട്ടുള്ള, വിലാസത്തോടു കൂടിയിട്ടുള്ള ആ ഒരു പ്രവൃത്തി കൊണ്ട്, ഈ മയിൽപീലി ഒന്ന് ചുഴറ്റി കാണിച്ചത് കൊണ്ട്, വിവർത്തനം എന്ന് പറഞ്ഞാൽ ഒന്ന് ചുറ്റി കാണിക്കുക, ചുഴറ്റി കാണിക്കുക എന്നാണ്. ആ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ
സവിലാസ വിവർത്തിതേന തേന നിഖില അഭിജീവലോക ഭ്രമം ആപത്ത്. അതൊന്നു ചുഴറ്റിക്കണ്ടപ്പോഴേക്കും ലോകം മുഴുവനും ജീവജാലങ്ങൾ മുഴുവനും പ്രത്യേകിച്ച് മനുഷ്യരൊക്കെ തന്നെ അവർക്കെല്ലാവർക്കും ഭ്രമം വന്നുപെട്ടു. ഭ്രമമാപത്ത്, ലോകം മുഴുവനും ഭ്രമത്തിലേക്കായി പോയി. ഭ്രമം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണയാണ്, ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് തോന്നുക, അതുപോലെ എല്ലാം കൂടുതലായി തോന്നുക, അതൊക്കെയാണ് ഭ്രമം. ഇവിടെ അതായത് ഒരു ഭ്രാന്തിന്റെ അവസ്ഥ, ഒരു ഉന്മാദാവസ്ഥ, അത് വന്നു ചേർന്നു ലോകത്തിന് മുഴുവനും. എങ്ങനെയാ വന്നു ചേർന്നത്? കാറ്റ് വീശിയപ്പോഴേക്കും, മയിൽപീലികൾ വന്നു വീണപ്പോഴേക്കും എന്നൊക്കെയാണ് അർത്ഥം പറയണത് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, അത് വ്യംഗ്യമര്യാദയാ പറഞ്ഞതാണ്. ശരിക്കും എന്താണ് അവിടെയൊക്കെ സംഭവിച്ചത്? മഴക്കാറ് വന്നു നിരന്നു, നല്ല സുന്ദരമായിട്ടുള്ള സുഖകരമായിട്ടുള്ള മഴ പെയ്യിക്കാൻ തക്കവണ്ണമുള്ളതായ ഇളങ്കാറ്റ് വീശാൻ തുടങ്ങി. ആ കാലം മാറിയപ്പോഴേക്കും വേനലിന്റെ കാഠിന്യത്തിൽ നിന്നൊക്കെ മുക്തമായ ജീവലോകം ആനന്ദാവസ്ഥയെ പ്രാപിച്ചു, ഉന്മാദാവസ്ഥയെ പ്രാപിച്ചു എന്നൊക്കെയാണ് കവി വർണ്ണിക്കുന്നത്. പക്ഷെ കാറ്റിനെ ഇവിടെ ഒരു ഇന്ദ്രജാലക്കാരനെ പോലെ വർണ്ണിച്ചിരിക്കുകയാണ്. അയാള് തന്റെ കയ്യിലിരുന്നതായ മയിൽപീലി ഒന്ന് ചുറ്റും വീശിയതോടുകൂടിയിട്ട് ജനങ്ങൾ മുഴുവനും മോഹാലസ്യത്തെ അല്ലെങ്കിൽ ഭ്രമത്തെ പ്രാപിച്ചു എന്ന് പറയുമ്പോൾ ഒരു ഇന്ദ്രജാലക്കാരനെ വർണ്ണിക്കുന്നത് പോലെ മഴക്കാലത്ത് വീശുന്ന കാറ്റിനെ വർണ്ണിക്കുകയാണ് ചെയ്യണത്. ഒരേ സമയം മഴക്കാലത്തെ പറ്റിയിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു ഒരു ഇന്ദ്രജാലക്കാരന്റെ ഒരു ചപ്പടി വിദ്യയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ഓരോന്നായിട്ട് രൂപണം ചെയ്തുകൊണ്ട് സാവയവ രൂപകം എന്നാ പറയാ. അതായത് ഇവിടെ അത്രയും നമ്മൾ ഒരു വിഷയത്തിലേക്ക് കടന്നില്ലെങ്കിലും ഒരു ഇന്ദ്രജാലക്കാരനെ പോലെ തന്നെ, പോലെ എന്ന് പറയേണ്ട, ഇന്ദ്രജാലക്കാരൻ തന്നെയായിട്ടാണ് കാറ്റിനെ വർണ്ണിച്ചത് എന്നുള്ളത് കൊണ്ട് രൂപകാലങ്കാരാണ് വരണത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. സ്മരഹസ്തി ഘടാ ഇവാ വിരാസന്നവതാപിഞ്ചരുച പയോദമാല ഗളിതാ ഇവ തത്കപോല ശംഖ വലമാനാദിവിരേജിരേ ബലാക. വളരെ ഭംഗിയായിട്ടുള്ള മറ്റൊരു ശ്ലോകം. എങ്ങനെയാ കവിക്ക് ഇങ്ങനെയൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റണേ എന്നുള്ളതാണ്. മഴക്കാലത്തെ മേഘങ്ങൾ വരണു, പക്ഷികൾ പറക്കണു, അതിനെന്തായിട്ടാണ് കവി രൂപണം ചെയ്യണത് എന്നുള്ളത് നമുക്ക് അത്ഭുതമായി പോവും. ആദ്യം പദച്ഛേദം പറയാം. സ്മരഹസ്തി ഘടാ ഇവ ആവിരാസൻ നവതാപിഞ്ചരുച പയോദമാല ഗളിത ഇവ തത് കപോലശംഖ വലമാന ദിവി രേജിരേ വലാക. ഇവിടെ ആകാശത്ത് നീലവർണം, അതായത് മഴമേഘങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു വരികയാണ്. അതിനെയാണ് ആദ്യം പറയണത്. ഈ മേഘങ്ങളെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആനകളെ പോലെയാണ്, അതെല്ലാവരും പറയാറുണ്ട്. കാളിദാസനും എല്ലാവരും പറയാറുണ്ട് മേഘങ്ങളെ കണ്ടാൽ ആനകളെ പോലെയാണ്. ഇവിടെ എങ്ങനെയാണ് ആനകള് അല്ലെങ്കിൽ മേഘങ്ങളെ ആനകളായിട്ട് വർണ്ണിക്കുന്നത് എന്നാണെങ്കിൽ നവതാപിഞ്ചരുച പയോദമാല എന്നാണ് പറയണത്. നവം എന്ന് പറഞ്ഞാൽ പുതിയതായി, അപ്പോൾ വിരിഞ്ഞു വന്നതായ, താപിഞ്ചം പീലി, പിഞ്ചം എന്ന് പറഞ്ഞാലും താപിഞ്ചം എന്ന് പറഞ്ഞാലും പീലിയാണ്. ആ പീലിയുടെ കാന്തിയോലുന്നതായ, പഴയ പീലിയല്ല, അപ്പോൾ വിടർന്നു വന്നതായ നല്ല കാന്തിയുള്ള പീലിയുടെ കാന്തിയാണ് മേഘത്തിന്. അതാണ് നവതാപിഞ്ചരുച പയോദമാല എന്ന് പറയണത്. നല്ല സുന്ദരമായ നീലവർണ്ണമുള്ള എന്ന അർത്ഥമാണ് എടുക്കേണ്ടത്. പീലിയുടെ നിറം ഉള്ളതായ പയോദമാലകൾ. പയോദമാലകൾ എന്ന് പറഞ്ഞാൽ മേഘമാലകൾ, തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മേഘങ്ങള്, അതിനെയാണ് മേഘമാല എന്ന് പറയുന്നത്. ആ മേഘമാലകള് ഏതുപോലെയായിരുന്നു? സ്മരഹസ്തി ഘട ഇവ ആവിരാസൻ. ആവിരാസൻ എന്ന് പറഞ്ഞാൽ ബഹുവചനാണ്. സ്മരഹസ്തി ഘടാഹ, സ്മരഹസ്തി കാമനാകുന്ന ആനക്കൂട്ടങ്ങള്, കാമനാകുന്ന ആന, കാമദേവൻ ആനയായിട്ട് രൂപാന്തരം പ്രാപിച്ചു വരികയാണോ എന്നുള്ള പോലെ ഘടാഹ എന്ന് പറഞ്ഞാൽ ശ്രേണിയാണ്, കൂട്ടങ്ങള്. ഒന്നും രണ്ടും അല്ല, ആനക്കൂട്ടങ്ങള്. ആനക്കൂട്ടങ്ങള് വെറും ആനകളല്ല, കാമദേവൻ തന്നെ ആനകളായിട്ട് പരിണമിച്ച് കൂട്ടത്തോടുകൂടി വന്ന് ആക്രമിക്കുകയാണോ എന്ന് തോന്നും വണ്ണമായി പോയി മേഘമാലകളെ കാണുമ്പോൾ. ആകാശത്ത് നിരന്ന് പെയ്യാനൊരുങ്ങി വരുന്ന മേഘങ്ങളെ കാണുമ്പോൾ അതൊക്കെ കാമദേവൻ തന്നെ ആനകളായിട്ട് രൂപം പ്രാപിച്ച് വരണത് പോലെ തോന്നി. എന്നിട്ടോ അതുകൊണ്ട് നിർത്തിയില്ല. അത് ഒരു വർണ്ണന. മേഘം കാണുമ്പോൾ ആനയാണെന്ന് തോന്നുന്നത് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇനി അടുത്ത വർണ്ണന കൂടിയാകുമ്പോൾ ഒന്നും കൂടി ഭംഗിയാവുകയാണ്.
ആകാശത്ത് മേഘങ്ങൾ വരുമ്പോൾ അതിനോടൊപ്പം തന്നെ ബലാക പക്ഷികൾ ഉണ്ടാവും. അവയുടെ ഗർഭാധാന ക്ഷണപരിചയാ നൂനമാബദ്ധമാല സേവിഷ്യന്തേ നയന സുഭഗം ഖേ ഭവന്തം ബലാക എന്ന് മേഘസന്ദേശത്തിൽ പറഞ്ഞതുപോലെ അവരുടെ കൂട്ട് കണ്ടുപിടിക്കുന്ന കാലമാണ്. കൂട്ടുകാരത്തികളെയൊക്കെ കണ്ടുപിടിക്കുന്ന കാലമാണ് മഴക്കാലം. അപ്പൊ തീർച്ചയായിട്ടും മഴക്കാർ വന്ന് നിരക്കുമ്പോഴേക്കും മാലയായിട്ട് ഈ പക്ഷികളും വരും, ബലാകങ്ങള്. ആ ബലാക പക്ഷികള് ദിവി വലമാന ബലാകാഹ, ആകാശത്ത് പറന്നു നടക്കുന്നവയായ, മേഘത്തിനോടൊപ്പം തന്നെ പറന്നു നടക്കുന്നതായിട്ടുള്ള ബലാകങ്ങള് എന്തുപോലെയായി തീർന്നു എന്ന് പറയാണ്. ഗളിത തത് കപോലശംഖ ഇവ രേജിരേ. എന്താ പറയണത് എന്നാണെങ്കിൽ, ഈ ആകാശത്ത് പറന്നു നടക്കുന്ന ബലാക പക്ഷികളുണ്ടല്ലോ, ആ ബലാക പക്ഷികൾ നല്ല വെളുത്ത പക്ഷികളാണ്. വെളുത്ത് മാലയായിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന ബലാകങ്ങള്. ആ ബലാക പക്ഷികളെ പറക്കണത് കാണുമ്പോൾ ഗളിത പൊട്ടി വീണതുപോലെ. എന്താ പൊട്ടി വീണത്? തത് കപോലശംഖ ഇവ രേജിരേ. തത് കപോലശംഖ. തത് കപോലം എന്ന് പറഞ്ഞാല് ആനകളുടെ കഴുത്തിലെ ശംഖങ്ങള്. ആനകളുടെ കഴുത്തിൽ എങ്ങനെയാ ശംഖ് ഉണ്ടാവണേ? ആനകളുടെ കഴുത്തില് അവയെ സാധാരണയായിട്ട് കെട്ടാനുള്ള ചങ്ങലയോ കയറൊക്കെ അല്ലേ ഉണ്ടാവുക. എങ്ങനെയാ ശംഖ് ഉണ്ടാവണതെന്നാണെങ്കില്, ആനകളോടുള്ള സ്നേഹം കാരണം പാപ്പാന്മാര് അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥരൊക്കെ ചിലപ്പോൾ കഴുത്തില് ഇങ്ങനെയുള്ള ചെറിയ മാലകളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ശംഖ് കൊണ്ട് കോർത്ത മാല, 1-2 ശംഖുകളൊക്കെ കോർത്തിട്ടിട്ടുള്ളതായ നൂലുകൊണ്ടുള്ള വലിയ മാലകള് അവയുടെ കഴുത്തിലിടാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ പക്ഷികളെ കാണുമ്പോൾ, മേഘങ്ങൾ ഇങ്ങനെ പറന്നു നടക്കുകയാണല്ലോ, അവര് ആനകളായിട്ടാണല്ലോ ചിത്രീകരിച്ചത്. ആ ആനകളുടെ കഴുത്തിൽ നിന്നും ഉതിർന്നു വീണ ശംഖുകൾ എന്ന പോലെ ഈ പക്ഷികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറയെ പറന്നു നടക്കുന്നുണ്ട്. അപ്പോൾ നിറച്ച ആനകൾ വരുന്നുണ്ട്. ആനകളുടെ കഴുത്തിലെ ശംഖുമാലകൾ പൊട്ടി ശംഖ് ഇങ്ങനെ ഉതിർന്നു വീഴുന്നത് പോലെ പക്ഷികൾ പറന്നു നടക്കണതും കൂടി കാണാനുണ്ട്. എന്തൊരു ഭംഗിയാ! കവിക്ക് എങ്ങനെയാ ഈ പക്ഷി പറന്നു നടക്കുമ്പോൾ അതിനെയൊക്കെ ശംഖായിട്ടും ആനകളുടെ കഴുത്തിലെ മാല പൊട്ടി വീണതാണ് എന്നൊക്കെ പറയാൻ പറ്റണത് എന്നുള്ളത് എത്ര ഭാവന ഉണ്ടായാലാ അത് പറയാൻ പറ്റുക എന്ന് ആലോചിച്ചു പോവുകയാണ് ഓരോ ശ്ലോകം വായിക്കുമ്പോഴും. ആദ്യം മേഘങ്ങളെ കണ്ടിട്ട് ആനകളാണെന്ന് പറഞ്ഞു. ആ ആനകളുടെ കഴുത്തിലെ മാല, ശംഖുമാല പൊട്ടി വീഴണത് പോലെയാണ് ബലാകങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെയാണോ എന്ന് തോന്നും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് രൂപകവും ഉത്പ്രേക്ഷയും അലങ്കാരമൊക്കെ കൂട്ടിച്ചേർത്ത് ഇന്നതാണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും വളരെ സുന്ദരമായിട്ടുള്ള ഒരു വർണ്ണന. മേഘങ്ങൾ നിറയെ വന്നു, കൂടെ പക്ഷികളും വന്നു എന്നുള്ളതാണ് പലതരത്തിലുള്ള അലങ്കാരങ്ങളെ കൊണ്ട് കവി നമുക്ക് പഠിപ്പിച്ചു തരണത്. ഇവിടെ ശൃംഗാരരസത്തിനെ പറ്റിയിട്ടൊന്നും കാര്യമായിട്ട് പറയണില്ല. ആനകൾ എന്നുള്ള വാക്ക്, ആന പലപ്പോഴും രതിയുടെ ഒരു ചിഹ്നമായിട്ട് വർണ്ണിക്കാറുണ്ട്. കാളിദാസന്റെ കവിതകളിലൊക്കെ തന്നെ ആനയെ രതിയുടെ ചിഹ്നമായിട്ടാണ് പറയണത്. പോകെ കാലം ചെല്ലുമ്പോൾ മറ്റു മൃഗങ്ങൾ, പാമ്പൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് രതിയുടെ ചിഹ്നമായിട്ട്. പക്ഷെ ആ ഒരു കാലത്ത് കയറൂരി വിട്ട നിയന്ത്രണമില്ലാത്തതായ രതികേളികൾക്ക് ആന ഒരു ചിഹ്നമായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ മഴക്കാലം വന്നു, മേഘങ്ങൾ വന്നു, മേഘങ്ങളെ കണ്ടാൽ ആനകളെ പോലെ തോന്നിച്ചു എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണന്റെയും ഗോപസ്ത്രീകളുടെയും ഒക്കെ മനസ്സിലുള്ളതായ കാമവികാരത്തെയും കവി വർണ്ണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. വാച്യമായിട്ട് എവിടെയും രതിയുടെ പ്രതിപാദനങ്ങളൊന്നും കാണാനില്ല. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ദുധുവേരുചിരം ശിഖണ്ഡിവർഷം പരിതഃ പ്രാങ്മരുത ഇന്ദ്രജാലികേന സവിലാസവിവർത്തിതേന തേന ഭ്രമമാപന്നിഖിലോപി ജീവലോക സ്മരഹസ്തിഘടാ ഇവ വിരാസന്നവതാ പിഞ്ചരുചഃ പയോദമാല ഗളിതാ ഇവ തത്കപോലശംഖ വലമാനാദിവിരേചിരേ വലാക. സുന്ദരമായിട്ടുള്ള അതിസുന്ദരങ്ങളായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.